ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗും റെസിപ്പിയും കാര്യങ്ങളും ഒന്നും അല്ല. ഏറ്റവും നമുക്ക് തൊല്ല പിടിച്ചൊരു പരിപാടിയാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചീപ്പ് എങ്ങനെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഫുള്ള് എണ്ണമഴുക്കും അതുപോലെ തന്നെ ചിലതിനകത്ത് താരനും എല്ലാം അടിഞ്ഞുകൂടിയിരിക്കും. അതുപോലെ ഹെയർ ഡേയും എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെയൊക്കെ പൊടികളും എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി തടിയുടെ ചീപ്പുണ്ടായിരുന്നു, അതും കൂടി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അത് പിന്നീട് കാണിക്കാമേ. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളാണെന്ന് മാത്രമല്ല, നമുക്കിത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചീപ്പുകളൊക്കെ. ഇതേപോലെ കുറച്ച് നീളമുള്ളൊരു പാത്രം എടുക്കണം, അതിനകത്തേക്ക് ഇട്ട് വയ്ക്കാമേ. നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു പാത്രം ആയിരിക്കണം. ഇനി ഇളം ചൂടുള്ള വെള്ളം, നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പം പൊള്ളാത്ത രീതിയിലുള്ള വെള്ളം വേണം നമുക്ക് എടുക്കാനേ. എന്നിട്ടത് നികക്കെ നമുക്ക് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ചീപ്പ് കഴിവതും മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റിയ പാത്രം വേണം എടുക്കാനായിട്ട്. ഇനിതേ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അപ്പക്കാരമാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു ടീസ്പൂണും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയിലേക്ക് വിനാഗിരി നമ്മൾ ചേർക്കുമ്പം ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരും. ഇനി നമ്മൾ ഏത് വാഷിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്, തുണി അലക്കുന്ന ഏത് പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പത വരുന്ന തരത്തിലുള്ള നമ്മുടെ പാത്രങ്ങൾ കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അതെടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു മണവും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു പതയും ഉണ്ടല്ലോ. അത് നമുക്കിതേപോലെ വൃത്തിയാക്കി എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ടേക്കണം. എന്നിട്ട് ഇതുപോലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്ന പഴയ ബ്രഷ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ചകിരി ഉണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ പൊടിയുണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പിച്ചിക്കയറി അതെടുത്താലും മതി കേട്ടോ. അതെപ്പോഴും വീട്ടിൽ കാണുന്ന ഐറ്റംസ് അല്ലേ. അടുപ്പ് ഉപയോഗിക്കുന്നവരുടെ വീട്ടിലാണെങ്കിൽ മിക്കവാറും എപ്പോഴും കാണും. അങ്ങനത്തെ നമ്മളിത് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. ഇനി നല്ല ബലപ്പിച്ച് ശക്തിയായിട്ടൊന്നും ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇത് ഇത്രയും സമയം ഈ ഒരു വെള്ളത്തിൽ ഇത്രയും വാഷിംഗ് പൗഡറും അതുപോലെ തന്നെ സോപ്പ് പൊടിയും പിന്നെ വിനാഗിരിയൊക്കെ ഇട്ട വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ ഇത് നല്ല പെട്ടെന്ന് തന്നെ അഴുക്കുകൾ ഇളകി വീഴും. അഴുക്കുകളെക്കാളും ഇതിൽ കൂടുതലും ചിലപ്പം എണ്ണമെഴുക്ക് കാണും, താരൻ കാണും. അതുപോലെ തന്നെ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പം അത് നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ ഇതിനകത്ത് പറ്റി പിടിക്കുവേ, അത് കാണും, അതൊക്കെ കാണും കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമ്മളിത് കുറച്ച് സമയം കഴിഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴുക്കി കഴുകിയെടുക്കണം. അപ്പം ഈ വെള്ളത്തിൻ്റെ ചെറിയൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അത് ഇതിനകത്തുണ്ടായിരുന്ന ആ ഒരു ചെളിയും അഴുക്കും പൊടിയും എല്ലാം ആണ്. ഒരു 2-3 തവണ ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒന്നും കൂടി ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം സോപ്പ് പൊടിയും ഒന്നും ഇട്ട വെള്ളമൊന്നുമില്ല, സാധാരണ നോർമൽ വാട്ടറാണേ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുമ്പ് കുറേ ക്ലീനിങ് ഒക്കെ ഇട്ടുണ്ട്. സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്തത്, ഗ്യാസ് ക്ലീൻ ചെയ്തത്, പിന്നെ പാത്രങ്ങൾ ഈ വെങ്കലത്തിൻ്റെ നമ്മുടെ ഈ വിളക്കൊക്കെ ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യുന്നത്, കുക്കർ ക്ലീൻ ചെയ്ത് എല്ലാം ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.